ദിവസേനയുള്ള പുതിയ കഥകൾക്കായി മലയാളം കമ്പിക്കഥകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 10 മണി ഏവൻ പരു എന്ന 35-കാരിയുടെ ലിവിംഗ് റൂമിൽ മൃദുവായ ലാമ്പിന്റെ വെളിച്ചം നിറഞ്ഞു. അവിടെ അവൾ തന്റെ സുന്ദരമായ കർവുകളെ മൂടി ചുവന്ന സാരി ധരിച്ചിരുന്നു. ഭർത്താവിന്റെ അഭാവം മൗനം സൃഷ്ടിച്ചിരുന്നു. പക്ഷേ ഒരു ക്രമീകരണം അത് തകർത്തു. 36-കാരനായ സായ് അങ്കിൾ വെള്ള നിറത്തിലുള്ള കുർത്തയിൽ തന്റെ ഉയരമുള്ള രൂപം കളിയുള്ള പുഞ്ചിരിയോടെ വാതിലിനരികിൽ നിന്നു. അവൻ അവൾക്ക് മധുരപ്പെട്ടി കൈമാറി. നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആന്റിയെ ഇന്ന് ഒറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മന്ത്രിച്ചു. അവളുടെ ഹൃദയം വേഗത്തിലാക്കി. അവൾ അവനെ അകത്തേക്ക് ക്ഷണിച്ചു. അവളുടെ ഇരുണ്ട കണ്ണുകൾ അവന്റെ കണ്ണുകളോട് കൂടിച്ചേർന്നു. ഒരു മടിച്ച പുഞ്ചിരി റൊമാൻസിന്റെ തുടക്കത്തെ സൂചിപ്പിച്ചു. 10:30 മണി യവൻ അവർ സോഫയിൽ ഇരുന്നു. പുറത്ത് മഴ അല്പം തട്ടുമ്പോൾ ഒരു റൊമാന്റിക് മർദയുടെ സൃഷ്ടിച്ചു. പരുവിന്റെ ചിരി സായിന്റെ പാചക കഴിവുകളെക്കുറിച്ചുള്ള പരിഹാസത്തോട് ചേർന്നു. ടീ പങ്കിടുമ്പോൾ അവരുടെ കൈകൾ തമ്മിൽ തട്ടി. അവന്റെ ആഴമുള്ള ശബ്ദം മൃദുവായപ്പോൾ അവൻ അടുത്ത് ചായാൻ തുടങ്ങി. അത് സാരി നിന്നെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് അവൻ അവളുടെ കൈയിൽ നിന്ന് പതുക്കെ മർദ്ദിച്ചു. അവൾ മുണ്ടിനെ പിന്നിലേക്ക് മാറ്റി. അവളുടെ യുവത്വത്തിന്റെ ആന്റി ഘടകം കാറ്റിൽ ഫ്ലർട്ട് ചെയ്യുന്ന ഊർജ്ജം സൃഷ്ടിച്ചു. 11 മണി യവൻ അവർ ബാൽക്കണിയിലേക്ക് ചെല്ലുകയും തണുത്ത കാറ്റ് അവരുടെ അടുപ്പം വർദ്ധിപ്പിക്കുകയും ചെയ്തു. പരുവിന്റെ സാരി പറക്കുമ്പോൾ അവളുടെ ടോൺ ചെയ്ത കൈകൾ പ്രകടമായി. സായിന്റെ നോട്ടം അഭിനന്ദനത്തോടെ തങ്ങിനിന്നു. ഒരു ബാല്യകാല കഥ പങ്കുവച്ചപ്പോൾ അവൻ അവളുടെ കവിളിൽ ഒരു മൃദുവായ ചുംബനം വച്ചു. അവന്റെ ചുണ്ടുകൾ അവളുടെ തൊലിക്ക് ചൂടുള്ളതായിരുന്നു. അവളുടെ കണ്ണുകൾ അത്ഭുതത്തോടെ വിടരുകയും പിന്നെ പുഞ്ചിരിയോടെ മൃദുവാകുകയും ചെയ്തു. അവളുടെ ശരീരം അവനോട് ചെരിഞ്ഞു. അവരുടെ ഫ്ലർട്ട് ഒരു നേർച്ചയായി മാറി. മധ്യരാത്രിയോടെ അകത്ത് പരു ഒരു ദീപം തെളിപ്പിച്ചു. അതിന്റെ പ്രകാശം അവളുടെ സുന്ദരമായ രൂപത്തെ ഉയർത്തിക്കാട്ടി. സായ് അടുത്തേക്ക് വന്ന് അവന്റെ കൈ അവളുടെ കഴുത്തിൽ പതുക്കെ മർദ്ദിച്ച് ഒരു മൃദുവായ ആലിംഗനത്തിലേക്ക് വലിച്ച്. നീ ഓർമ്മയിൽ നിന്നു പോകില്ല, അവൻ മന്ത്രിച്ചു. അവളുടെ നെറ്റിയിൽ ഒരു ചുംബനം വച്ചു. അവളുടെ ശ്വാസം നിന്നു. അവളുടെ മുഖം ഭാവനകളോടെ പ്രകാശിച്ചു. അവർ ഒരു കാർപ്പെറ്റിൽ ഇരുന്ന് അവരുടെ ശരീരങ്ങൾ അടുത്ത് കഥകൾ പങ്കുവച്ച് അവരുടെ ബന്ധം ശക്തമാക്കി. 1 മണി ഭവൻ മഴ നിന്നപ്പോൾ അവരുടെ റൊമാൻസ് ശക്തമായി. പരു ചുവരിനെതിരെ ചായാൻ തുടങ്ങി. അവളുടെ സാരി മാറി അവളുടെ കോല്ലറോൺ പ്രകടമാക്കി. സായ് അത് ശ്രദ്ധിക്കുകയും പരിപാലനത്തോടെ ക്രമീകരിക്കുകയും ചെയ്തു. അവന്റെ വിരലുകൾ തങ്ങിനിന്നു. അവൻ അടുക്കി അവളുടെ ചുണ്ടുകളിൽ ഒരു മൃദുവായ ചുംബനം വച്ചു. ഞെരുക്കമുള്ളതെങ്കിലും ഹൃദയസ്പർശിയായിരുന്നു. അവൾ അവന്റെ കൈയിൽ ഒരു മർദ്ദനം മറുപടി നൽകി. അവരുടെ മുഖഭാവങ്ങൾ, അവളുടെ പ്രകാശിക്കുന്ന കണ്ണുകൾ, അവന്റെ മൃദുവായ പുഞ്ചിരി ആവേശവും ആശ്വാസവും കലർന്നതായിരുന്നു. 2:30 മണി ഭവൻ അടുക്കളയിൽ പരു പച്ചക്കറി വെട്ടി. അവളുടെ ചലനങ്ങൾ ദ്രവവും ആത്മവിശ്വാസവും നിറഞ്ഞതായിരുന്നു. സായ് നോക്കി. അവളുടെ കർവുകൾ പിന്തുടർന്ന് പിന്നെ അവളോടൊപ്പം ചേർന്ന് അവന്റെ കൈ അവളുടെ പുറത്ത് മർദ്ദിച്ചു. നീ എന്റെ ഹൃദയം മോഷ്ടിക്കുന്നു, അവൻ പരിഹസിച്ചു. അവൾ ചിരിച്ച് അവന്റെ കവിളിൽ കളിയായി ഒരു ചുംബനം വച്ചു. അവരുടെ തോളുകൾ തമ്മിൽ ചേർന്നു. അവരുടെ ശരീരങ്ങൾ, അവളുടെ മൃദുവും അവന്റെ ശക്തിയും ഒരു സ്നേഹത്തിന്റെ നൃത്തമായി മാറി. 3 മണി ഭവൻ അവർ സോഫയിലേക്ക് മടങ്ങി. മുൻകൂർ ഒരു തുണി അവരെ ചൂടാക്കി. പരു അവന്റെ നെഞ്ചിൽ തല ചായ്ക്കുകയും സായ് അവളുടെ തലയിൽ ഒരു ചുംബനം വച്ച് അവന്റെ കൈ അവളെ സ്നേഹത്തോടെ മർദ്ദിച്ചു ചുറ്റി. അവളുടെ ക്ഷീണിച്ചിട്ടും സന്തോഷമുള്ള മുഖം പ്രകാശിച്ചു. അവന്റെ റഗഡ് സവിശേഷതകൾ മൃദുവായി. അവരുടെ മുഖഭാവങ്ങൾ ഒരു റൊമാൻസിന്റെയും നർമ്മലിന്റെയും തുണിക്കൂട്ടമായി. മഴ വീണ്ടും തുടങ്ങി. ഒരു ലാലനഗാനമായി അവർ മൃദുവായ ചുംബനങ്ങൾ പങ്കുവച്ചു. 4 മണി ഭവൻ ക്ഷീണം റൊമാൻസിനൊപ്പം കലർന്നു. പരു വലിച്ച് സായ് അവളെ അടുത്തേക്ക് വലിച്ച് അവളുടെ കഴുത്തിൽ ഒരു നീണ്ട ചുംബനം വച്ച് അവന്റെ കൈകൾ അവളുടെ തോളുകൾ മർദ്ദിച്ചു. അവൾ ചിരിച്ച് അവന്റെ ചുണ്ടിൽ ഒരു ചുംബനം മറുപടി നൽകി. അവരുടെ ശരീരങ്ങൾ മടുക്കെങ്കിലും ചേർന്ന്. അവളുടെ കണ്ണുകൾ പകുതി അടഞ്ഞ സന്തോഷത്തിൽ. അവന്റെ നോട്ടം സംരക്ഷണവും അഭിനന്ദനവും കലർന്നതായിരുന്നു. 4:30 മണി ഭവൻ അവർ ലിവിംഗ് റൂമിൽ പതുക്കെ നൃത്തം ചെയ്തു. അവളുടെ സാരി സായ് അവളുടെ കഴുത്ത് പിടിച്ചു മർദ്ദിച്ചു. അവൻ താഴ്ന്ന് അവളുടെ ചുണ്ടുകളിൽ മൃദുവായ ചുംബനം വച്ചു. അവൾ ഒരു ചൂടുള്ള ആലിംഗനത്തോടെ മറുപടി നൽകി. അവരുടെ മുഖങ്ങൾ ആഹ്ലാദത്തോടെ പ്രകാശിച്ചു. അവർ ഒരുമിച്ച് നിന്നു. റൊമാൻസ് ഈ സ്വാഭാവിക നിമിഷത്തിൽ മുകളിലെത്തി. 5 മണി ഭവൻ പ്രഭാതത്തിന്റെ വെളിച്ചം പരുവിന്റെ ശാന്തമുഖത്തെ സ്പർശിച്ചു. അവൾ അവന്റെ മടിയിൽ ഇരുന്നു. അവന്റെ കൈകൾ അവളെ ചുറ്റി. അവൻ അവളുടെ കവിളിൽ ചുംബിച്ച് അവളുടെ കൈ മർദ്ദിച്ച് അവൾ അടുത്തുവന്ന് അവന്റെ ചെവിയിൽ മൃദുവായ ചുംബനം വച്ചു. അവരുടെ ശരീരങ്ങൾ പരസ്പരം യോജിച്ചു. അവളുടെ കർവുകൾ അവന്റെ വിശാലമായ ഫ്രെയിമിനെതിരെ. അവളുടെ മുഖം സന്തോഷത്തോടെ
അവന്റെ കണ്ണുകൾ അഭിമാനവുമായി നിന്നു. 5:30 മണി. ധവൻ ജനലിനരികിൽ പരിചിരിച്ചപ്പോൾ സായെ അവളുടെ നൃത്തം അവന്റെ കൈകൾ അവളുടെ കഴുത്ത് മർദ്ദിച്ച് കളിയായി മാറ്റി. അവൾ അവന്റെ മൂക്കിൽ ചുംബിച്ച് അവർ ഒരുമിച്ച് അനങ്ങി. അവരുടെ അടുപ്പം ബഹുമാനപരവും ആവേശകരവുമായിരുന്നു. രാത്രി ഒരു യാത്രയായിരുന്നു. ചുംബനങ്ങൾ, മർദ്ദനങ്ങൾ, സ്നേഹവും ബന്ധം ശക്തമാക്കി. 6 മണി ആവൻ സൂര്യൻ ഉദിച്ച് അവരെ പൊന്നിന്റെ നിറത്തിൽ വരച്ചു. പരുവിന്റെ തല സായിന്റെ നെഞ്ചിൽ വച്ച് അവന്റെ കൈ അവളെ ചുറ്റി. ഒരു അവസാന ചുംബനം രാത്രിയെ മുദ്രകടലാസാക്കി. അവളുടെ ശാന്തക്ഷീണവും അവന്റെ നിശബ്ദ അഭിനന്ദനവും മുറിയിൽ നിന്നു. അവരുടെ മുഖഭാവങ്ങൾ സംതൃപ്തിയും ആഗ്രഹവും കലർന്നതായിരുന്നു. നിങ്ങൾക്ക് കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.